ഫിഷ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഫിഷ് ഫ്രൈ ആണ്. അതിനായിട്ട് ഒരു 9 പീസ് ലേഡി ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെട്ടിക്കഴുകി മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇതുപോലെ വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനുള്ള മസാല തയ്യാറാക്കാം. മീനിനുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി ഇതിവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തോടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം മസാലയൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാല മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ എല്ലാ മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ മസാലയൊക്കെ എല്ലാ മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കാം. മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. പാനൊക്കെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണയൊക്കെ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതുപോലെ കറിവേപ്പില ഇടുവാണെങ്കിൽ രുചിയും മണമൊക്കെ കൂടുതൽ കിട്ടും മീനിന്. ഇനി ഇതിലേക്ക് മസാല വരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഫിഷൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഫ്രൈ ആയതാണ്. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഫിഷൊക്കെ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എടുക്കാം. ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.